നമസ്കാരം. ഭഗവത്ഗീതയിലെ 18-ാമത്തെ അധ്യായത്തിലെ 61-ാമത്തെ ശ്ലോകമായിട്ട് ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്ന ഒരു വാക്യമുണ്ട്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനാം യന്ത്രാരൂഢാനി മായയാ. അതിൻ്റെ അർത്ഥം, ഈശ്വരൻ ഹൃദയഭാഗത്ത്, ജീവജാലങ്ങളുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്തുകൊണ്ട് ഒരു യന്ത്രത്തെ എന്ന പോലെ സകല ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ ഹൃദയം എന്ന വാക്കിന് ഒരു അല്പം വിശദീകരണം ആവശ്യമുണ്ട്. ഹൃദയം എന്ന സംസ്കൃത വാക്ക് 3 വാക്കുകളുടെ ഓരോ അക്ഷരങ്ങളെടുത്ത് നിർമ്മിച്ചവയാണ്. ആഹരതി, ദദാതി, അയതി, ഇങ്ങനെ 3 വാക്കുകളുണ്ട്. ആഹരതി എന്ന് വച്ചാൽ ആഹാരം കഴിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക എന്നാണ് അർത്ഥം. ദദാതി എന്ന് പറഞ്ഞാൽ കൊടുക്കുക, ദാനം ചെയ്യുക മുതലായവയാണ്. അയതി എന്ന് പറഞ്ഞാൽ പരിക്രമണം ചെയ്യുക, പ്രദക്ഷിണം ചെയ്യുക മുതലായവയാണ്. അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്വീകരിക്കുകയും അത് തിരികെ വിതരണം ചെയ്യുകയും കൂടാതെ സർക്കുലേറ്റ് ചെയ്യുക എന്നതാണ് ഹൃദയത്തിൻ്റെ ജോലി. ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ബ്ലഡ് സർക്കുലേഷൻ നടത്തുന്ന, രക്തചംക്രമണം നടത്തുന്ന ഹൃദയമല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് സിദ്ധവേദത്തിൽ പറയുന്നത്. സിദ്ധവേദമാണ് പ്രധാനമായും യോഗ ശീലിക്കുന്നവർ പണ്ടുകാലത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഈശ്വരൻ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ ഹൃദയം എന്നത് തലച്ചോറായിട്ടാണ് അവർ കണക്കാക്കുന്നത്. കാരണം ജീവജാലങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് വിവരം അഥവാ അറിവ് അഥവാ നോളജാണ്. ഈ നോളജിനെ സ്വീകരിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും, കർമ്മേന്ദ്രിയങ്ങളിൽ നിന്നും, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നും ഉള്ള വിവരങ്ങളെ സ്വീകരിക്കുന്നത് ഈ തലച്ചോറാണ്. അതിനുശേഷം അത് വിശകലനം ചെയ്ത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതും ഈ തലച്ചോറാണ്. കൂടാതെ ഓരോ സെല്ലുകളിലേക്കും, ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും ഇവയുടെ ജ്ഞാനം, അതായത് അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ള അറിവ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അവരുടെ അഭിപ്രായ പ്രകാരം ഈ ഹൃദയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തലച്ചോറാണ്. അപ്പോൾ ഈശ്വരൻ തലച്ചോറിലാണ് ഇരിക്കുന്നത് എന്നാണല്ലോ അതിൽ പറയുന്നത്. ഇത് തന്നെയാണ് തമിഴില് കടവുൾ എന്ന് പറയുന്നത്. കടവുൾ എന്ന് വച്ചാൽ ഘടം പ്ലസ് ഉള്ള്. ഘടം എന്ന് വച്ചാൽ കുടമാണ്. കുടത്തിനകത്തിരിക്കുന്ന ആളാണ് ഈശ്വരൻ എന്നാണ് പറയുന്നത് അർത്ഥം. തലയോട്ടിയാകുന്ന കുടത്തിനകത്ത് ഇരിക്കുന്ന ചൈതന്യമാണല്ലോ യഥാർത്ഥത്തിൽ ഈ തലച്ചോറിനകത്തെ ചൈതന്യം. ഇനി ഇത്രയും നേരം ശ്രീകൃഷ്ണൻ അർജുനനോട് നമ്മുടെ പുറമേയുള്ള പ്രപഞ്ചത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് പ്രപഞ്ചത്തിനെക്കുറിച്ചും തൻ്റെ നിസ്സാരതയെക്കുറിച്ചും അറിവ് ലഭിച്ചു എങ്കിലും തനിക്ക് ഇതിനുള്ള കഴിവുണ്ടോ എന്നുള്ള പേടിയായി പിന്നീട്. അപ്പോഴാണ് നീ അല്ല ഇതെല്ലാം ചെയ്യുന്നത്, നിന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനാണ് എന്ന് പറയാൻ വേണ്ടിയാണ് മേൽപ്പറഞ്ഞ ശ്ലോകം അദ്ദേഹം അർജുനനോട് പറഞ്ഞത്. അപ്പോൾ നീ ഒന്നും ചെയ്തില്ലെങ്കിലും ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ നിന്നെക്കൊണ്ട് അത് പ്രവർത്തിപ്പിക്കുകയാണ്, നീ വെറും യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അറിയിക്കാനാണ് ഇത് ചെയ്തത്. ഇനി മറ്റൊന്നുകൂടി അറിയാനുണ്ട്. നമ്മൾ വിഷ്ണു സങ്കല്പത്തിലെ ബാഹ്യപ്രപഞ്ചത്തെയാണ് കണ്ടത്. എന്നാൽ ഇപ്പോൾ ഇതിൽ പറഞ്ഞതനുസരിച്ച് ഈശ്വരൻ
നമ്മുടെ തലച്ചോറിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ നമ്മുടെ തലയോട്ടിക്കുള്ളിൽ അഥവാ തലച്ചോറിനുള്ളിൽ ഒരു ശിവലിംഗമുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അനാട്ടമിയിൽ നമുക്ക് ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാവും. തലച്ചോറിൻ്റെ ഏറ്റവും ഉള്ളിലായിട്ട് മിഡ് ബ്രെയിൻ എന്ന് പറയും. ഈ മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത് തലാമസ്, ഹൈപ്പോ തലാമസ്, ഹൈപ്പോ ക്യാമ്പസ്, അമിഗ്ഡല ഇങ്ങനെ ഉള്ള ഓരോരോ പാർട്സുകൾ ചേർന്നതാണ്. തലാമസും ഹൈപ്പോ തലാമസും അമിഗ്ഡലയും ഹൈപ്പോ ക്യാമ്പസും ആണ് നമ്മുടെ അറിവുകൾ, ബോധത്തെ കൂടുതലും സ്വാധീനിക്കുന്നത് ഇവയാണ്. ഇതിൽ തലാമസ് അറിഞ്ഞുകൊണ്ടുള്ള നമ്മുടെ പ്രവൃത്തികൾ, ആഹാരം കഴിക്കുക, നടക്കുക, ഓടുക, ചാടുക മുതലായ കാര്യങ്ങളും, ഹൈപ്പോ തലാമസ് നമ്മുടെ അറിവ് കൂടാതെ രക്തചംക്രമണം, ഹൃദയമിടിപ്പ്, ദഹനം മുതലായവ നിയന്ത്രിക്കുന്നത് ഹൈപ്പോ തലാമസാണ്. ഇങ്ങനെ വിശദീകരിച്ച് നോക്കിയാൽ ഈ ഉള്ളിലുള്ള മിഡ് ബ്രെയിനിനെ വെളിയിൽ നിന്ന് നമ്മൾ നോക്കിയാൽ ഒരു ശിവലിംഗത്തിൽ അതിൻ്റെ കഴുത്തിൽ ചുറ്റിക്കിടക്കുന്ന പാമ്പും കൂടാതെ പത്തി വിരിച്ചു നിൽക്കുന്ന ഒരു സർപ്പവുമായിട്ട് നമുക്ക് തോന്നാം. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിലൂടെ നമുക്ക് അത് കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ശിവലിംഗത്തെ ആയിരിക്കാം പിന്നീട് കഴുത്തിൽ നാഗഫണത്തോടു കൂടിയ ശിവലിംഗമായി നമ്മൾ ക്ഷേത്രങ്ങളിൽ ആരാധിക്കാൻ തുടങ്ങിയത്. കാരണം പണ്ട് എക്സ്റേയും ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മുടെ ഋഷീശ്വരന്മാർ ഉൾക്കണ്ണിലൂടെ കണ്ട ആ രൂപത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ അറിയാതെ തലച്ചോറിൻ്റെ ഈ ഭാഗത്തെ പ്രവർത്തനനിരതമാക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നതാണ് അതിൻ്റെ ഗൂഢാർത്ഥം. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചത് പണ്ട് അമൃത യൂണിവേഴ്സിറ്റിയിൽ, അമൃത ഹോസ്പിറ്റലിൽ ഗോപാലകൃഷ്ണൻ സാറിനൊപ്പം ഞങ്ങൾ അവിടുത്തെ ഡോക്ടേഴ്സിന് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബോംബെയിലെ കോർഡിനേറ്ററായ ജയറാംജിയുടെ ജ്യേഷ്ഠൻ, ഈ ജയറാംജി എൻ്റെ ജ്യേഷ്ഠൻ്റെ ആത്മാർത്ഥ സുഹൃത്തും കൂടിയാണ് എന്നുകൂടി പറയട്ടെ. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഈ അമൃത യൂണിവേഴ്സിറ്റിയിലെ സീനിയർ ഡോക്ടറായിരുന്നു. അദ്ദേഹം ഞങ്ങളെ ഈ മൃതശരീരങ്ങളും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന നിലയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെയുള്ള ഈ മൃതശരീരങ്ങളെല്ലാം കാണിച്ചു തരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഭാഗത്ത് ചെന്ന് പറഞ്ഞു, ഈ ഭാഗത്ത് ജീവനുള്ള ശരീരത്തിൽ ഈ പാർട്സിനെ നമ്മൾ തൊട്ട് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഷോക്കടിക്കും എന്ന് പറഞ്ഞു. അത് ശ്രദ്ധിച്ചപ്പോൾ ഈ തലാമസാണ് അദ്ദേഹം അവിടെ കാണിച്ചു തന്നത്. ഷോക്കടിക്കും എന്ന് പറയുമ്പോൾ അതിനകത്ത് എനർജി ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണല്ലോ. ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചപ്പോഴാണ് ഈ അനാട്ടമിയെക്കുറിച്ചും, ഒന്നുകൂടി പറയട്ടെ, ഡോക്ടേഴ്സിന് പഠിക്കാനായിട്ട് മൃതശരീരങ്ങൾ കിട്ടുവാൻ ബുദ്ധിമുട്ടായി തീർന്നപ്പോൾ ഈ ഡോക്ടറാണ് യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ആദ്യമായി ഫൈബർ കൊണ്ട് മനുഷ്യശരീരം നിർമ്മിക്കുന്ന ടെക്നോളജി വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ ഈ ശരീരാവയവങ്ങൾ ഇതിൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ തലാമസ് എന്നും, കൂടാതെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് ഇതാണ് ഓർമ്മയെ നിലനിർത്തുന്നതും കൂടുതൽ എന്ന് മനസ്സിലായത്. ഇതറിഞ്ഞ് സാറ് ഇത് പഠിക്കുവാനായി കൂടുതൽ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും അതിനനുസരിച്ച് ഇതിൻ്റെ പുസ്തകങ്ങളും മെഡിക്കലായിട്ടുള്ള കാര്യങ്ങളും പരിശോധിച്ചപ്പോഴാണ് ഈ വക കാര്യങ്ങൾ മനസ്സിലായത്. കൂടാതെ കൂടുതൽ നിരീക്ഷിച്ചപ്പോൾ ശിവലിംഗത്തെ പറ്റിയും ശിവചൈതന്യത്തെക്കുറിച്ചും കൂടുതൽ പഠിച്ചപ്പോഴാണ് അത്ഭുതകരമായ വേറൊരു സാമ്യവും എനിക്ക് മനസ്സിലായത്. ഈ തലച്ചോറിൻ്റെ രണ്ട് ഭാഗങ്ങൾ ചേരുന്ന മധ്യഭാഗത്ത് ഒരു വര കാണാമല്ലോ, അതായത് ആ ജോയിൻ ചെയ്യുന്ന പാർട്സ്. ഇത് തന്നെയാണ് ഈ തലച്ചോറിൻ്റെ ഇതേ ആകൃതിയിലാണ് നമ്മുടെ കൈലാസപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. കൈലാസപർവ്വതത്തിൻ്റെ നടുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വര പോലുള്ള ഭാഗം കാണാം. അവിടെയാണ് ശിവൻ ഇരിക്കുന്നത്, ഈ കൈലാസത്തിലാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന് ഉള്ളിലിരിക്കുന്ന
ഈ ശിവചൈതന്യവും രണ്ടും ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ് എന്ന അതിശയിപ്പിക്കുന്ന സാമ്യം ഇതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതും ഞങ്ങൾ വണ്ടിയിൽ നിന്ന് പലപ്പോഴും ഇതേപ്പറ്റിയെല്ലാം ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. ഇനി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നാലെ പരിചയപ്പെടാം. നമസ്കാരം.